ഉത്തരേന്ത്യയിൽ മുഴുവനായിട്ടും അവിടെയുള്ള ഒരു ഭക്തിപരമായിട്ടുള്ള ഒരു റാലി, കാവടി യാത്രയുടെ ഒരു ചർച്ചയാണ്. ഗിരിരാജ് സിംഗ് എന്ന് പറയുന്ന ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിട്ടുള്ള ഒരു മന്ത്രി, കേന്ദ്രമന്ത്രി പറയുകയുണ്ടായി, മുസ്ലിങ്ങൾ ഹിന്ദുക്കളുടെ നാമത്തിൽ സ്ഥാപനങ്ങൾ നടത്തരുത് എന്ന് ആദ്യമേ പറയുകയുണ്ടായി. പിന്നീട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അതേപോലെ തന്നെ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങളുടെ പേര് കടയുടെ ഫ്രണ്ടിൽ പതിക്കണം എന്നുള്ള ഒരു പ്രസ്താവന, നിയമം കൊണ്ടുവന്നു. ഇതിനെതിരെ മഹുവ മൊയ്ത്ര, ലോക്സഭ MP ആയിട്ടുള്ള മഹുവ മൊയ്ത്ര സുപ്രീം കോടതിയിൽ ഒരു ഹർജിയായിട്ട് ചെല്ലുകയും അവിടെ നിന്നും ഒരു വിധി വന്നിരിക്കുകയാണ്. ഇപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. ആ വിധി വളരെ നിർണായകമായിട്ടുള്ള വിധിയാണ്. ഈ പറഞ്ഞ പല കാവടി യാത്രയിൽ തുടങ്ങാൻ ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 19 വരെ നീണ്ടു നിൽക്കുന്ന ഈ കാവടി യാത്രയെ സംബന്ധമായിട്ട് ചില സംസ്ഥാനങ്ങൾ എടുത്തിരിക്കുന്ന എല്ലാ നിയമങ്ങളും സ്റ്റേ ചെയ്തിരിക്കുകയാണ്. സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് എന്നുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത്. ജസ്റ്റിസ് SV എൻഫാട്ടി എന്ന് പറയുന്ന ജഡ്ജിയാണ് ഇതിന്റെ വിധി പുറത്തുവിട്ടിരിക്കുന്നത്. മഹുവ മൊയ്ത്രയ്ക്ക് വേണ്ടിയിട്ട് അവിടെ ഹാജരായിട്ടുള്ള അഭിഭാഷകൻ ഒരുപാട് കാര്യങ്ങൾ ഇതിനോടകം തന്നെ ചൂണ്ടിക്കാട്ടുകയും മുസ്ലിങ്ങൾ ഹൈന്ദവരുമായിട്ടുള്ള ഒരുപാട് സൗഹൃദങ്ങൾ ചൂണ്ടിക്കാട്ടുകയും അത് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതിനു ശേഷം ഈ ജസ്റ്റിസ് SV എൻഫാട്ടി എന്ന് പറയുന്ന ജഡ്ജി അദ്ദേഹത്തിന്റെ ജീവിത അനുഭവം അവിടെ തുറന്നു പറയുകയാണ്. എന്തെന്നാല് കേരളത്തിലെ ഒരു മുസ്ലിമിന്റെ ഹോട്ടലിലാണ് വെജിറ്റേറിയൻ കഴിക്കാൻ പോയിരുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹം കേരളത്തിലെ ഹൈക്കോടതി ജഡ്ജി ആയിട്ട് ഇരുന്നിട്ടുണ്ട്. ആ സമയത്ത് ഇതുപോലുള്ള ഒരു മുസ്ലിമിന്റെ ഹോട്ടലിലാണ് വെജിറ്റേറിയൻ കഴിക്കാൻ വേണ്ടി ഇരുന്നത്. ഭക്ഷ്യസുരക്ഷയിലും ശുചിത്വത്തിലും അന്താരാഷ്ട്ര നിലവാരമായിരുന്നു എന്നാണ് ഈ പറഞ്ഞ എൻഫാട്ടി എന്ന് പറയുന്ന ആ ഒരു ജഡ്ജി തുറന്നു പറഞ്ഞിരിക്കുന്നത്. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത്. ഇതിനോടകം തന്നെ ഒരുപാട് വർഗീയ രീതികളിലൂടെ കടന്നു പോകുന്ന BJP സുപ്രീം കോടതിയിൽ നിന്നും പല രീതിയിലുള്ള പല നിയമങ്ങൾ പാസാക്കി എടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. അവസരത്തിനൊത്ത് 2014 മുതൽ ഈ 2024 ഭരണത്തിൽ കയറുന്നതിന് മുമ്പ് വരെയും ഒരുപാട് നിയമങ്ങൾ പാസാക്കി എടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിൽ നിന്ന് വിപരീതമായിട്ടുള്ള ഒരു ജഡ്ജിയൊക്കെ വന്നു. ഇപ്പോൾ ഒരു രാജ്യത്തിന് അനുകൂലമായിട്ടുള്ള രീതിയിലുള്ള ഒരു രീതിയിലേക്ക് പോകുന്നു എന്ന് വേണം പറയാൻ. വളരെ സന്തോഷമാർന്ന ഒരു വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നിരവധി ഇതുപോലുള്ള ഭക്തിപരമായിട്ടുള്ള റാലികൾ സംഘടിപ്പിച്ചുകൊണ്ട് നിരവധി ആളുകളെ തല്ലിക്കൊല്ലുകയും ഉന്മൂലനം ചെയ്യുകയും ബുൾഡോസർ രാജ വന്ന് ഇടിച്ചു നിരത്തുകയും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിനൊക്കെ എതിരെ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിയമപാലകർക്കും ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അംഗീകരിക്കാൻ സാധിക്കില്ല. അതുപോലെ അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു ജഡ്ജിയാണ് ഇത്. എന്തായാലും വളരെ സന്തോഷം തോന്നിയിട്ടുള്ള ഒരു വാർത്തയാണ്. അതുകൊണ്ട് ഇതിന്റെ അവസാന ഘട്ടവും കൂടി നിങ്ങളോട് എനിക്ക് പറഞ്ഞു തരണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഇതിന്റെ വിധിയും കൂടി ഞാൻ ഈ വീഡിയോയിലൂടെ അങ്ങ് പറഞ്ഞത്. ഞാൻ ഇതിനെപ്പറ്റി, കാവടി യാത്രയെ പറ്റിയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ എന്റെ അക്കൗണ്ടിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. നിരവധി സംസ്ഥാനങ്ങളിൽ നിന്നും അതിനെ പറ്റിയിട്ടുള്ള വിമർശനങ്ങൾ വന്നതിനെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം എന്റെ അക്കൗണ്ടിൽ തന്നെ അപ്ലോഡ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും അവസാനമായിട്ട് ഇതിനൊരു ഒരു സ്റ്റേ കൂടി വന്നതോടുകൂടി ഇനി ഉത്തർപ്രദേശിലുള്ള യോഗി ആദിത്യനാഥിന് ഇതുപോലുള്ള കാര്യങ്ങളിലോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാവടി യാത്ര സാധാ നോർമൽ രീതി നടക്കുന്ന രീതിയിൽ തന്നെ നടന്നു പോകും. ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങളുടെ ഹോട്ടലുകളിൽ കയറി ഫുഡ് കഴിക്കാം, അവരുടെ അങ്ങനെയുള്ള ബോർഡ് സ്ഥാപിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട എന്നുള്ള രീതി തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വളരെയധികം സന്തോഷകരമാകുന്ന ഒരു വാർത്തയാണ്. ഒരു ജനാധിപത്യത്തിന് ഉപരി അതിനെ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വാർത്ത തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം.